നമസ്കാരം ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഹയർ ചോണൻ ഷോപ്പിയുടെ ബഡ്സ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്പീൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ടായിരുന്നു. ജസ്റ്റിസ് ഗോപിനാഥ് സാറിന്റെ ബെഞ്ചിലായിരുന്നു കേസ് പരിഗണിച്ചത്. ഐറ്റം നമ്പർ 224 ആയിട്ടാണ് കോർട്ട് നമ്പർ 1A കേസ് പരിഗണിച്ചത്. ഏകദേശം ഉച്ചയ്ക്ക് ഒരു 12 മണിയോടുകൂടിയാണ് കേസ് പരിഗണിച്ചത്. 1.25 മണിക്കൂറോളം ഉണ്ടായിരുന്നു വാദങ്ങൾ. ഹയർ ചോണൻ ഷോപ്പിയെ റെപ്രസെന്റ് ചെയ്തത് ന്യൂട്ടൺസ് ലോയിലെ സീനിയർ അഡ്വക്കേറ്റ് മനോജ് ജോസ് സാർ ആയിരുന്നു. അതുപോലെ പബ്ലിക് പ്രോസിക്യൂട്ടറും പ്രസന്റ് ആയിരുന്നു. അപ്പോൾ ഇനി കേസ് അപ്ഡേറ്റിലേക്ക് വരാം. ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ തന്നെ ജസ്റ്റിസ് ഗോപിനാഥ് സാറ് പബ്ലിക് പ്രോസിക്യൂട്ടറിനോട് വിശദീകരണം ചോദിച്ചു. കഴിഞ്ഞ കോർട്ട് സെഷനിൽ ചോദിച്ചിരുന്ന ഇൻസ്ട്രക്ഷൻസ്, അസറ്റ് വാല്യുവേഷൻ, ഡെപ്പോസിറ്റേഴ്സ് ലിസ്റ്റ്, അതുപോലെ ലയബിലിറ്റി വാല്യുവേഷൻ, ഇൻവെന്ററി വാല്യുവേഷൻ, അതുമായിട്ട് കോമ്പറ്റന്റ് അതോറിറ്റിക്ക് എത്ര സമയം വേണമെന്നുള്ള ഒരു കാര്യം ചോദിച്ചു. അപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത് ഈ കാര്യങ്ങളുടെ എല്ലാം പവേഴ്സ് എല്ലാം ബഡ്സ് ആക്ടിൽ കോമ്പറ്റന്റ് അതോറിറ്റിക്ക് അല്ല എന്നുള്ള ഒരു ഡയറക്ഷനാണ് വന്നത്. അതെല്ലാം പവേഴ്സ് കൊടുത്തിരിക്കുന്നത് ബഡ്സ് ആക്ടിൽ ഡെസിഗ്നേറ്റഡ് കോർട്ട്, പ്രസ്തുത സെഷൻസ് കോർട്ടിനാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഈ കേസിൽ എന്ന് പറഞ്ഞാൽ തൃശൂർ സെഷൻസ് കോർട്ടിനാണ്. അപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് അഡ്വക്കേറ്റ് മനോജ് ജോസ് സാറ് ബഡ്സിന്റെ സെൻട്രൽ റൂൾ നമ്പർ 4 മുന്നോട്ട് വെച്ചു. അപ്പോൾ ആ റൂൾ നമ്പർ 4 അതിൽ പറഞ്ഞിരിക്കുന്ന കോമ്പറ്റന്റ് അതോറിറ്റിക്കാണ്. അപ്പോൾ ജസ്റ്റിസ് ഗോപിനാഥ് സാർ ഈ രണ്ട് വാദങ്ങളും കേട്ടിട്ട് ജസ്റ്റിസ് ഗോപിനാഥ് സാർ ബഡ്സ് ആക്ട് റെഫർ ചെയ്തു. അപ്പോൾ ബഡ്സ് ആക്ട് റെഫർ ചെയ്തപ്പോൾ ഈ പവേഴ്സ് ഓഫ് ഡെസിഗ്നേറ്റഡ് കോർട്ടിനെ കുറിച്ചെല്ലാം പരാമർശിക്കുന്നത് സെക്ഷൻ 18 അപ്പോൾ സെക്ഷൻ 18 റെഫർ ചെയ്തു. അപ്പോൾ സെക്ഷൻ 18 ഈ അഡ്ജുഡിക്കേഷൻ ഓഫ് ദ ക്ലെയിംസ്, ഇപ്പോ അസറ്റ്സിന്റെ ആണെങ്കിലോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റേഴ്സിന്റെ ആണെങ്കിലോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റേഴ്സ് ക്ലെയിംസിന്റെ ആണെങ്കിലോ അല്ലെങ്കിൽ ലയബിലിറ്റി വാല്യുവേഷൻ ആണോ, അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളൊന്നും ബഡ്സ് ആക്ട് സെക്ഷൻ 18 പവേഴ്സ് ഓഫ് ഡെസിഗ്നേറ്റഡ് കോർട്ടിൽ കാണാൻ വേണ്ടി സാധിച്ചില്ല. അപ്പോൾ അതുപോലെ അതിനെക്കുറിച്ച് കോമ്പറ്റന്റ് അതോറിറ്റിക്കാണോ ഡെസിഗ്നേറ്റഡ് കോർട്ടിനാണോ പവേഴ്സ് കൊടുത്തിരിക്കുന്നതെന്നുള്ളതൊന്നും അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം ജസ്റ്റിസ് ഗോപിനാഥ് സാർ കോർട്ടിൽ റേസ് ചെയ്തു. അപ്പോൾ ജസ്റ്റിസ് ഗോപിനാഥ് സാറിന് അവിടെ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. കാരണം അത് ആക്ടിൽ പറഞ്ഞിട്ടില്ല. ബഡ്സ് ആക്ട് ഓഫ് 2019 അതിനെക്കുറിച്ച് ആർക്കാണ് ഈ ക്ലെയിംസ് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയുള്ള പവേഴ്സ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ വാല്യുവേഷന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞിരിക്കുന്നത് റൂൾസ് നമ്പർ 4, സെൻട്രൽ ബഡ്സ് റൂൾസിന്റെ റൂൾ നമ്പർ 4 അപ്പോൾ ജസ്റ്റിസ് ഗോപിനാഥ് സാർ റേസ് ചെയ്തെന്ന് പറഞ്ഞാൽ ആക്ടിൽ പറയാത്ത കാര്യം നമുക്ക് റൂൾസിലേക്ക് പോയി റെഫർ ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല എന്നുള്ള ഒരു ഒബ്സർവേഷനിലേക്കാണ് ജസ്റ്റിസ് ഗോപിനാഥ് സാർ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബഡ്സ് ആക്ടിന്റെ സെക്ഷൻ 14 സെക്ഷൻ 15 പ്രൊവിഷണൽ അറ്റാച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും കോർട്ട് സെഷനിൽ കടന്നു വന്നായിരുന്നു. അവിടെ അഡ്വക്കേറ്റ് മനോജ് ജോസ് സാറ് കോമ്പറ്റന്റ് അതോറിറ്റി പല മാനദണ്ഡങ്ങളും ഫോളോ ചെയ്യാതെയാണ് പ്രൊവിഷണൽ അറ്റാച്ച്മെന്റ് ചെയ്തിരിക്കുന്നത്, പല കാര്യങ്ങളും അവിടെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒപ്പീനിയനിലേക്കാണ് അഡ്വക്കേറ്റ് മനോജ് ജോസ് സാറ് അവിടെ റേസ് ചെയ്തത്. അപ്പോൾ അതിനോട് പബ്ലിക് പ്രോസിക്യൂട്ടറിനോട് വിശദീകരണം തേടി. അതുപോലെ പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ വിശദീകരണങ്ങളുടെ ഇടയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അവിടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞത് FIRs രജിസ്റ്റർ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് അവിടെ റേസ് ചെയ്തത്. അപ്പൊ ടോട്ടൽ എത്ര FIRs ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ 67 FIR എന്നുള്ളത് വീണ്ടും അത് പറഞ്ഞു. അപ്പോൾ വീണ്ടും അവിടെ വന്നത് ഒരു ഒപ്പീനിയൻ, ഇത് ഭയങ്കര ഹറി ആയിട്ടാണ് കോമ്പറ്റന്റ് അതോറിറ്റി കാര്യങ്ങൾ ഇവിടെ നീക്കിയിരിക്കുന്നു എന്നുള്ള ഒരു ഒപ്പീനിയൻ അഡ്വക്കേറ്റ് മനോജ് ജോസ് സാറ് കോടതിയിൽ മുന്നോട്ട് വെച്ചു. അപ്പോഴും ഗോപിനാഥ് സാറ് ഇവിടെ ഒരു പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു പവേഴ്സ്, ഈ ക്ലെയിംസിന്റെയും ഈ കാര്യങ്ങളൊന്നും പവേഴ്സ് ഒന്നും പറയാതെ ഡിസ്കസ് ചെയ്യാതെ ബഹുമാനപ്പെട്ട തൃശൂർ സെഷൻസ് കോർട്ടിൽ നിന്ന് അവിടെ സെഷൻസ് കോർട്ടിന്റെ കോർട്ട് ഓർഡറും അവിടെ റെഫർ ചെയ്തു ജസ്റ്റിസ് ഗോപിനാഥ് സാറ്. അപ്പൊ അവിടെ ജസ്റ്റിസ് ഗോപിനാഥ് സാർ ചോദിക്കുന്നത് ഈ ക്ലെയിംസോ ഡെപ്പോസിറ്റേഴ്സ് ക്ലെയിംസോ അല്ലെങ്കിൽ അസറ്റ് വാല്യുവേഷനോ ഇതൊന്നും നടത്താതെ എങ്ങനെയാണ് പൊതുലേലം, പബ്ലിക് ഓപ്ഷൻ അല്ലെങ്കിൽ പ്രൈവറ്റ് സെയിൽ ആ ഒരു ഡയറക്ഷനിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുക. അപ്പം ഓൾറെഡി ഈ വാല്യുവേഷനും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം ബഡ്സ് ആക്ട് ഓഫ് 2019 സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ, അപ്പോൾ അതിൽ തന്നെ അതും ഈ ഒരു കേസിൽ, ഈ ഒരു പ്രസ്തുത കേസിൽ ഹയർ ചോണൻ ഷോപ്പിയുടെ കേസിൽ അസറ്റ് വാല്യുവേഷനും ബാക്കിയുള്ള ഡെപ്പോസിറ്റേഴ്സ് ലിസ്റ്റും മറ്റൊന്നും സബ്മിറ്റ് ചെയ്യാതെ ഇതെങ്ങനെയാണ് ബാക്കിയുള്ള ഫർദർ പ്രോസസ്സിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുക എന്നുള്ള ഒരു ഒപ്പീനിയനിലേക്കാണ് ഇപ്പോൾ ജസ്റ്റിസ് ഗോപിനാഥ് സാർ വന്നിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ജസ്റ്റിസ് ഗോപിനാഥ് സാർ റേസ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കമ്പനി നാളെ ഇപ്പോൾ കുറ്റവിമുക്തമാണ് എന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ വന്നിരിക്കുന്ന ക്ലെയിംസ് എല്ലാം കൂടി 50 കോടി രൂപയാണെന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഇപ്പോൾ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട്സിലുള്ളത് പറഞ്ഞാൽ 220 കോടി രൂപയാണ്. അതുപോലെ ഈ മൂവബിൾ പ്രോപ്പർട്ടീസ്, ഇപ്പോൾ
ലാൻഡ് ആയിക്കോട്ടെ, ബിൽഡിംഗ് ആയിക്കോട്ടെ, അതുപോലെ വെഹിക്കിൾസ് ആയിക്കോട്ടെ, ഇതെല്ലാം കൂടെ ഇപ്പൊ സെയിൽ ചെയ്താൽ സേ ഫോർ എക്സാമ്പിൾ അനദർ ഒരു 200 കോടി എന്ന് സങ്കല്പിക്കുക. അപ്പൊ ഒരു 400 കോടി രൂപ എന്ന് സങ്കല്പിക്കുക. അപ്പൊ ഒരു 50 കോടിയുടെ ക്ലെയിം ആണ് വരുന്നത് എങ്കിൽ ഇപ്പോ നാളെ കമ്പനി കുറ്റവിമുക്തമാണെന്ന് തെളിഞ്ഞാൽ ഈ ആര് അതിന്റെ ലോസ്, നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യനും ജസ്റ്റിസ് ഗോപിനാഥ് സാർ കോർട്ടിൽ റേസ് ചെയ്തു. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റെപ്സിലൂടെയാണ് ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ഗോപിനാഥ് സാറിന്റെ ബെഞ്ചിൽ ഇന്ന് നടന്നത്. അപ്പോ ഇനിയിപ്പോ തുടർവാദങ്ങൾക്ക് വേണ്ടി ഇപ്പൊ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വെള്ളിയാഴ്ചത്തേക്കാണ്, ജൂൺ 20-ാം തീയതിയിലേക്കാണ് ഇപ്പൊ കേസ് ഫർദർ പ്രൊസീഡിങ്സിന് വേണ്ടി ഇപ്പൊ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇന്ന് കേസ് പ്രൊസീഡിങ്സിന്റെ ഇടയിൽ അഡ്വക്കേറ്റ് മനോജ് ജോസ് സാറ് ഹൈർ സ്റ്റോൺ ആൻഡ് ഷോപ്പിയുടെ ബിസിനസ് ഓപ്പറേഷൻസും സ്കീംസിലേക്കും വന്നു. അപ്പോൾ ജസ്റ്റിസ് ഗോപിനാഥ് സാർ പറഞ്ഞു, ആദ്യം നമുക്ക് ഈ ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തതിന് ശേഷം ഡെഫിനറ്റ്ലി ഐ വിൽ കം ടു ഇറ്റ് എന്നുള്ളൊരു ഒപ്പീനിയൻ ആണ് പറഞ്ഞത്. അതുപോലെ തന്നെ കോർട്ട് സെഷൻ ഇന്ന് ഇപ്പോൾ കോർട്ട് സെഷൻ കണ്ടവർക്ക് അറിയാം, ഇടയ്ക്ക് പബ്ലിക് പ്രോസിക്യൂട്ടറിനോടൊക്കെ അതുപോലെ ഇംപ്ലീഡ് ചെയ്യാൻ വേണ്ടി വന്ന അഡ്വക്കേറ്റിനോടൊക്കെ ഇടയ്ക്ക് ഇപ്പൊ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റിസ് ഗോപിനാഥ് സാർ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇന്റർഫിയർ ചെയ്തപ്പോൾ അവിടെ ഒരു താക്കീത് കൊടുത്ത കാര്യങ്ങളും നമുക്ക് കോർട്ട് സെഷൻ കണ്ടവർക്ക് അറിയാം. അപ്പോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അപ്പം ജസ്റ്റിസ് ഗോപിനാഥ് സാർ ഇത് വളരെ ഒരു കീനായിട്ട് തന്നെ കാര്യങ്ങൾ നോക്കി കാണുന്നു തന്നെയാണ് എന്ന് ഇപ്പോൾ കോർട്ട് സെഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതാണ് എനിക്ക് ഇപ്പോൾ ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് ഷെയർ ചെയ്യാനുള്ളത്. അതുപോലെ ഇന്നലെ ഹൈർ സ്റ്റോൺ ആൻഡ് ഷോപ്പിയുടെ FIR കോഷിങ്ങുമായിട്ട് 4 FIRകളുണ്ട്. ഒന്ന് ശ്രീ വത്സൻ, അതുപോലെ മനു NJ എന്ന് പറഞ്ഞ വ്യക്തി കൊടുത്തിരിക്കുന്ന, അതുപോലെ അർജുൻ NS, എനിക്കൊന്ന് ഹൈറിച്ചിന്റെ ഡിജിറ്റൽ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള FIR കോഷിങ്ങിന്റെ ആക്ച്വലി ഇന്നലെ നടക്കേണ്ടിയിരുന്നതാണ്. പക്ഷെ ഇന്നലെ നിർഭാഗ്യവശാൽ ലിസ്റ്റ് ചെയ്യപ്പെടാത്തതുകൊണ്ട് ആ കേസുകളെല്ലാം ഇപ്പോൾ ജൂൺ 19-ാം തീയതി നാളത്തേക്ക് ജസ്റ്റിസ് VG അരുൺ സാറിന്റെ ബെഞ്ചിൽ വെച്ചിരിക്കുകയാണ്. അതാണ് മറ്റൊരു കേസ് അപ്ഡേറ്റ്. അപ്പോൾ എല്ലാ കേസ് അപ്ഡേറ്റ്സുകളും ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇനിയിപ്പോ ബഡ്സ് ആക്ടിന്റെ അപ്പീൽ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോളോ അപ്പ് കേസ് ഇപ്പോൾ നടക്കുന്നത് ജൂൺ 20-ാം തീയതിയാണ്, വെള്ളിയാഴ്ചയാണ് ജസ്റ്റിസ് ഗോപിനാഥ് സാറിന്റെ ബെഞ്ചിൽ. അതുപോലെ നാളെ FIR കോഷിംഗ് കേസസ് ജസ്റ്റിസ് VG അരുൺ സാറിന്റെ ബെഞ്ചിൽ നടക്കാനിരിക്കുകയാണ്. സോ എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ മെമ്പേഴ്സിനും എപ്പോഴും ഞാൻ ആസ് യൂഷ്വൽ പറയുന്ന പോലെ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്ന് തന്നെയാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. സോ ഈ വീഡിയോ സെഷൻ നിർത്തുന്നു. സോ താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.